അപ്പോൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ദി പെർസെപ്ഷൻ, അതായത് യുവർ പെർസ്പെക്റ്റീവ് ഇസ് ഓൾ ദാറ്റ് മാറ്റർ. അതായത് നമ്മളെ പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ എനിക്കതിന്റെ മലയാളം വേർഡ് പറയുന്നത് കാഴ്ചപ്പാട് എന്നാണ്. അത് നമ്മൾ ഒരേ കാര്യം തന്നെ നമുക്ക് പലർക്കും പല രീതിയിൽ വേണമെങ്കിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു നമ്മളെ ഡിഫറൻസസും അതിന്റെ ഒരു തലങ്ങളാണ് നമ്മൾ ഈ സെഷനിലൂടെ ഞാനൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പം ഞാൻ സെഷനിലേക്ക് കടക്കുവാണ്. അപ്പം ആദ്യമായിട്ട് ഓക്കെ, എനിക്ക് പെർസ്പെക്റ്റീവിനെ കുറിച്ച് അല്ലെങ്കിൽ പെർസെപ്ഷനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം തന്നെ എനിക്ക് ജസ്റ്റ് ഓർമ്മ വന്നത് നമ്മുടെ പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും, എനിക്കൊന്നും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ ന്യൂട്ടന്റെ കളർ ഡിസ്ക്. അതായത് എനിക്കൊന്ന് 5ോ 6ാം ക്ലാസ്സിലോ എന്താണ് നമ്മളിത് ഈ കളർ ഡിസ്കിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത്. അതായത് ഈ കാണുന്ന നിങ്ങൾക്ക് ഈ റെഡ്, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, സോ ഈ റെയിൻബോന്റെ 7 കളേഴ്സ് കൂടിയിട്ട് നമ്മൾ ഈ വീലിൽ വെച്ചിട്ട് ഇത് സ്പിൻ ചെയ്യുന്ന സമയത്ത്, അപ്പോൾ ഒരു നിശ്ചിത സ്പീഡ് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ആ കളറെല്ലാം കൂടിയിട്ട് നമുക്കതൊരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രേ കളറിലായിട്ടാണ് കാണുന്നത്. അപ്പൊ അത് ശരിക്കും എന്തുകൊണ്ടാണെന്ന് നമുക്ക് സയന്റിഫിക്കലി പ്രൂവൺ ആണ്. അത് കാരണം നമ്മുടെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ നിങ്ങളിപ്പോ നോക്കുവാണെങ്കിൽ when a person sees an object, its image remains in the retina of the eye for the time interval of 1/16th of a second. This phenomenon is called persistence of vision. അപ്പൊ നമുക്കിത് സയന്റിഫിക്കലി നമ്മളത് പ്രൂവ് ചെയ്തുകൊണ്ട് നമുക്കറിയാം ആ ഒരു സെക്കൻഡിൽ അത് 1/16th ഓഫ് എ സെക്കൻഡിൽ നമുക്കൊരു വിഷ്വൽ നമ്മളെ മുന്നിലേക്ക് കടന്നു പോകുമ്പോൾ ആ ഇമേജ് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും, അല്ലെങ്കിൽ നമ്മുടെ റെറ്റിനയിൽ തങ്ങി നിൽക്കും. അപ്പൊ ഇതൊരു നിശ്ചിത സ്പീഡിൽ കറങ്ങുമ്പോൾ നമ്മൾ ആ കളേഴ്സ് ഒക്കെ ഒരുമിച്ച് ആ ഒരു റേഞ്ചിൽ വരുന്നതുകൊണ്ടാണ് ഈ കളർ കോമ്പിനേഷൻ കൊണ്ട് നമുക്കതൊരു ഗ്രേ കളർ അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് കളറിലായിട്ട് മാറുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇതൊരു വീല് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനത് പോയി കാണുവാണെങ്കിൽ എനിക്കതൊരു വൈറ്റ് കളറായിട്ടേ കാണുള്ളൂ. അന്നേരം എനിക്ക് അത് അറിയാൻ പറ്റില്ല, ഇതിനകത്ത് ഇത്രയും 7 കളർ ഉണ്ടെന്ന് എനിക്ക് ആ സമയത്ത് അറിയാൻ പറ്റില്ല. പക്ഷെ വൺസ് അത് നിർത്തിയിട്ടാകുമ്പോഴായിരിക്കും എനിക്കത് കാണുന്നത്, ഓക്കെ ദിസ് ഹാസ് ഗോട്ട് 7 കളേഴ്സ് ഇൻ ഇറ്റ്. പക്ഷെ എനിക്കത് ആദ്യം കാണുന്നുണ്ടായിരുന്നില്ല. അതെന്റെ പെർസെപ്ഷൻ ആണ്. അതായത് ഞാനത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു അതൊരു ഗ്രേ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളറാണ് എനിക്ക് കാണുന്നത് എന്ന് കരുതി അതൊരു ഓഫ് വൈറ്റ് കളർ അല്ല. അതിനകത്ത് ശരിക്കും 7 കളേഴ്സ് ഉണ്ട്. അത് നമുക്ക് എപ്പോഴാണ് കാണാൻ പറ്റുന്നത്? നമുക്കത് നിർത്തിയതിന് ശേഷമാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇത് ഞാൻ ഇവിടെ വെക്കാൻ കാരണം ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് മുന്നിൽ നടക്കുന്നതും. അപ്പൊ എനിക്ക് കാണാൻ പറ്റുന്ന ഇപ്പൊ വേറൊരാളുടെ ലൈഫ് ഞാൻ നോക്കി കാണുമ്പോൾ എനിക്ക് അതിൽ നിന്ന് പെർസീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കില്ല എന്റെ ഫ്രണ്ടിന് അതിൽ നിന്ന് പെർസീവ് ചെയ്യാൻ പറ്റുന്നത്. രണ്ടുപേർക്കും വേണമെങ്കിൽ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള പെർസെപ്ഷൻ അതിൽ നിന്ന് കിട്ടുമായിരിക്കും. അപ്പൊ ഇത് നമുക്ക് സയന്റിഫിക്കലി പ്രൂവൻ വീൽ ആയതുകൊണ്ട്, അതായത് ഈ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന കോൺസെപ്റ്റ് നമുക്കത് പ്രൂവൺ ആയതുകൊണ്ട് നമുക്കത് മനസ്സിലാവും എന്തുകൊണ്ടാണ് നടക്കുന്നത്. പക്ഷെ നമുക്കൊരു ലൈഫിൽ വരുമ്പോൾ നമുക്കത് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ ലൈഫിൽ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ജഡ്ജ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ വി ഷുഡ് ആക്ച്വലി തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മൾ വേറൊരാളുടെ പെർസ്പെക്റ്റീവില് അത് ഡിഫറെന്റ് കാര്യമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ചിന്തിക്കാനുള്ള നമ്മൾക്കൊരു മനസ്സിന്റെ ഒരു ബ്രോഡ്നെസ് ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു ഈ സ്ലൈഡ് ഇതിൽ വേണ്ടിയിട്ട് വെച്ചത്. അപ്പൊ കമ്മിങ് ടു പെർസ്പെക്റ്റീവ്. സോ വാട്ട് ഇസ് എ പെർസ്പെക്റ്റീവ്? സോ പെർസ്പെക്റ്റീവ് is the way that one looks at something. It is also an art technique that changes the distance or depth of an object on a paper. അതായത് നമ്മുടെ കാഴ്ചപ്പാട് തന്നെയാണ്. നമ്മൾ എങ്ങനെ അതിനെ നോക്കി കാണുന്നു, ഞാനിപ്പം ഒരു കാര്യത്തിനെ എങ്ങനെ നോക്കി കാണുന്നു, അതാണ് എൻ്റെ പെർസെപ്ഷൻ. അപ്പൊ ഞാൻ ഇവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ഈ പിക്ചർ വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അറിയുന്ന എക്സാമ്പിൾ ആണ്. ഞാനിപ്പോ ഒരു 6, നിങ്ങൾക്ക് അറിയാലോ 6 നമുക്ക് ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 9 ആണ്. അപ്പൊ എനിക്കത് 9 ആയിട്ടാണ് കാണുന്നത്, എൻ്റെ ഫ്രണ്ടിന് അത് 6 ആയിട്ടാണ് കാണുന്നത്. അപ്പൊ എൻ്റെ ഫ്രണ്ട് നിൽക്കുന്നത് എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. പക്ഷെ എനിക്കത് 6 ആണ്, എൻ്റെ ഫ്രണ്ടിനത് എനിക്കത് 9 ആണ്, എൻ്റെ ഫ്രണ്ടിനത് 6 ആണ്. അപ്പൊ ഞാൻ പറയും അവന്റെ അടുത്ത്, നോ ദിസ് ഇസ് 9. അപ്പൊ അവൻ പറയും, നോ ദിസ് ഇസ് 6. സോ ഡു യു തിങ്ക് എനിവൺ ഇസ് റോങ് ഹിയർ? നോ. ഇതിൽ രണ്ടുപേരും റൈറ്റ് ആണ്. അവരവരുടെ പെർസെപ്ഷനിൽ രണ്ടുപേരും റൈറ്റ് ആണ്. അപ്പൊ ഇതിനൊരു കറക്റ്റ് ആൻസർ എന്ന് പറയാനില്ല. അപ്പൊ നമ്മൾക്ക് ഇത് ആർഗ്യുമെന്റിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ പറയാ, നിനക്ക് കണ്ണ് കാണുന്നില്ല, അത് എനിക്ക് 9 ആയിട്ടാണ് കാണുന്നത്, നീയും 9 ആയിട്ട് തന്നെ കാണണം. പക്ഷെ അന്നേരം എന്റെ ഫ്രണ്ട് അത് 9 ആയിട്ട് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെയാണ് അത് തെറ്റുന്നത്. ഹി ഷുഡ് സീ ഇറ്റ് ആസ് 6 ഇറ്റ് സെൽഫ്. സോ അതാണ് നമ്മുടെ ആ പെർസെപ്ഷന്റെ ഇത് വരുന്നത്. ഇത് 6ന്റെയും 9ന്റെയും നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആയതുകൊണ്ട് നമുക്കത്
എനിക്ക് അവൻ നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്കത് 6 ആയിട്ട് തന്നെ കാണാൻ പറ്റും. സോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് 6 or 9. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വേ യു ലുക്ക് അറ്റ് ഇറ്റ്. സോ ആ ഒരു വേ ഓഫ് ലുക്കിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുന്നതിന് മുന്നേ യു ഷുഡ് ട്രൈ ടു പെർസീവ് ദാറ്റ് ഇൻ എ ഡിഫറെന്റ് വേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പെർസീവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് യു ഷുഡ് തിങ്ക് ദർ ഇസ് എന്താ പറയാ സം റീസൺ വൈ ഹി സേയിങ് ഇറ്റ് ഇസ് 6 and not 9. സോ ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആയതുകൊണ്ട് നമുക്കത് മനസ്സിലാവും. സോ പെർസ്പെക്റ്റീവിന് പല ഇൻഫ്ലുവൻസസ് ഉണ്ട്. അതായത് ഇൻഫ്ലുവൻസസ് ഓൺ പെർസെപ്ഷൻ ഇൻക്ലൂഡ് പാസ്റ്റ് എക്സ്പീരിയൻസസ്, എഡ്യൂക്കേഷൻ, വാല്യൂസ്, കൾച്ചർ, പ്രീകൺസീവ്ഡ് നോഷൻസ് ആൻഡ് പ്രസന്റ് സർക്കംസ്റ്റാൻസസ്. ഇൻ ദ എൻഡ് ദ പെർസെപ്ഷൻ യു കൺസ്ട്രക്ട് ബിക്കംസ് യുവർ റിയാലിറ്റി. അതായത് ഞാനത് 9 ആയിട്ട് പെർസീവ് ചെയ്തുകൊണ്ടാണല്ലോ എനിക്കത് 9 ആയിട്ട് തോന്നുന്നത്. അപ്പൊ അതാണ് എൻ്റെ റിയാലിറ്റി ആയിട്ട് മാറുന്നത്. അപ്പൊ നമ്മളിത് ബ്രോഡർ കാര്യത്തിൽ, അതായത് നമ്മുടെ ലൈഫിൽ എടുക്കുവാണെങ്കിൽ നമ്മൾക്ക് ഇതിന് പല ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പല എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ, വാല്യൂസ്, ഇതൊക്കെ ഇതിനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ പെർസെപ്ഷന്. അപ്പൊ ഞാൻ ഇതുപോലത്തെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ്. ഇപ്പം ഇത് നോക്കുവാണെങ്കിൽ, ഞാനും എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ എനിക്കത് 3 ആയിട്ട് കാണുവാണെങ്കിൽ അവനത് 4 ആയിട്ടാണ്. ആക്ച്വലി ഇറ്റ് ഇസ് എൻ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. ഇറ്റ് ഇസ് നീദർ 3 നോ 4. പക്ഷെ രണ്ടുപേരും കറക്റ്റ് ആണ് അവിടെ. ദർ ഇസ് നത്തിങ് റോങ് ഇൻ ബോത്ത് ഓഫ് ദം. സോ അതേപോലെ തന്നെ ഹാഫ് ഫുൾ ഹാഫ് എം ടി, ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കാര്യമാണ്. ഹാഫ് ഫുൾ ഹാഫ് എം ടി. നമുക്ക് എപ്പോഴും നമ്മൾ എങ്ങനെ നമ്മുടെ ലൈഫിനെ നോക്കി കാണുന്നു, നിങ്ങൾക്ക് ഈതർ യു ക്യാൻ ലുക്ക് ഇറ്റ് ആസ് ഹാഫ് എം ടി ഓർ ഹാഫ് ഫുൾ. അതായത് നമുക്കിപ്പം ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി നോക്കുവാണെങ്കിൽ നമുക്ക് ഇന്ന കാര്യങ്ങൾ നമുക്കുണ്ട്, അപ്പം യു ക്യാൻ ഫൈൻഡ് സാറ്റിസ്ഫാക്ഷൻ ഇൻ ദാറ്റ് വോട്ട് യു ഹാവ്. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ എന്താ പറയാ എക്സ്ക്യൂസസ്, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ സങ്കടം പറഞ്ഞുകൊണ്ട് എനിക്ക് അതില്ല, എനിക്ക് ഇതില്ല, എനിക്ക് മറ്റതില്ല. നമ്മൾ എത്ര ലൈഫിൽ എത്ര ഉയർച്ചയില്ല, എത്ര പൈസ ഉണ്ടെങ്കിലും, എത്ര ഉയർച്ചയിൽ എത്തിക്കഴിഞ്ഞാലും വി സ്റ്റിൽ ഹാവ് സംതിങ് മിസ്സിങ് ഇൻ ലൈഫ്. അതായത് ഗ്ലാസ് വിൽ ഓൾവേസ് ബി ഹാഫ് എം ടി ഓർ ഹാഫ് ഫുൾ. ദർ ഇസ് നമുക്ക് എപ്പോഴും ഒരു ഫുൾ ആയിട്ട് കിട്ടില്ല. നമുക്കിപ്പോൾ എത്ര പൈസക്കാരനായാലും അവർക്കും അതിന്റെ രീതിയിൽ അവർക്ക് അവരുടെ ലൈഫ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മള് പൈസ ഉണ്ടോ ഇല്ലയോ എന്നല്ല, പൈസ അല്ല ഇവിടെ ഫാക്ടറായിട്ട് വരുന്നത്. നമ്മൾ എപ്പോഴും നമുക്ക് എന്തുണ്ട് എന്ന് നോക്കിയിട്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി മുന്നോട്ട് പോകാൻ പറ്റുവാണെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു പെർസെപ്ഷൻ വേണം നമ്മളെപ്പോഴും ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഈ ഇതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 2 ലൈൻസ് നമ്മളിപ്പോൾ ആദ്യം ഞാൻ മുകളിലെ 2 ബ്ലാക്ക് ലൈൻസ് വിത്ത് ആരോണ്ട് സിമ്പിൾ ഉള്ള കാര്യം നോക്കുവാണെങ്കിൽ വി തിങ്ക് ദാറ്റ് ദ സെക്കൻഡ് ലൈൻ ഇസ് ലോങ്ങർ ദാൻ ദ ഫസ്റ്റ് വൺ. ബട്ട് ആക്ച്വലി 2 ലൈൻസും ഒരേ ലെങ്ത് ആണ്. താഴെ നിങ്ങൾക്ക് റെഡ് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും. ആ റെഫറൻസ് വെച്ചിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണാം ബോത്ത് ആർ ഈക്വൽ. പക്ഷെ നമുക്ക് മുകളിലത്തെ കാര്യം മാത്രം നോക്കുമ്പോൾ വി തിങ്ക് ദ ഫസ്റ്റ് വൺ ഇസ് ഷോർട്ടർ ദാൻ ദ സെക്കൻഡ് വൺ. ഇറ്റ്സ് ബിക്കോസ് അതിൻ്റെ ആ ഒരു നമ്മൾ പെർസീവ് ചെയ്യുന്നതിന്റെ കുഴപ്പമാണ്. അതായത് നമ്മൾക്ക് അങ്ങനെ ഒരു തോന്നുന്ന രീതിയിൽ അത് ചെയ്തത് കൊണ്ടാണ്. പക്ഷെ ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട്. സോ നമുക്ക് അവിടെ എപ്പോഴും നമ്മളെ ഒരു മാനിപ്പുലേഷൻ സംഭവിക്കാമെന്ന് നമുക്ക് എപ്പോഴും മനസ്സിലൊരു തോട്ട് വേണം. അതേപോലെ തന്നെ ഈ ഒരു പിക്ചർ, ദിസ് ഇസ് ആക്ച്വലി എ ഫേസ്. പക്ഷെ ഇഫ് യു ക്യാൻ ടിൽറ്റ് യുവർ ഹെഡ് എ ലിറ്റിൽ ആൻഡ് യു ക്യാൻ സീ ദർ ഇസ് എ ലയർ റിട്ടൺ ഇൻ ദാറ്റ്, അതായത് LIAR. സോ ഇതൊക്കെ ജസ്റ്റ് എക്സാമ്പിൾസ് ആണ്. യു ക്യാൻ ഫൈൻഡ് ലോട്ട് ഓഫ് ദ സിമിലർ എക്സാമ്പിൾസ് ഇൻ ഗൂഗിൾ ഇഫ് യു വോണ്ട് ടു സീ. സോ ജസ്റ്റ് ഞാൻ ഒന്ന് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ് വെച്ചു എന്നേ ഉള്ളൂ. നൗ കമ്മിങ് ടു ഹാപ്പിനെസ്. ഹാപ്പിനെസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു വേർഡാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അതും ഒരു പെർസ്പെക്റ്റീവിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പം ഹാപ്പിനെസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളൊരു 3 മാസത്തിന് മുന്നേ നമ്മുടെ പോസിറ്റീവ് ടോക്സിന്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മളൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു, ഹാർവെസ്റ്റ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു വേൾഡ് വൈഡ് ആയിട്ട് നല്ല ഒരു സക്സസ് ആയ ഒരു പ്രോഗ്രാം ആയിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ പോസിറ്റീവ് ടോക്സിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. ഒരു 3 മാസം മുന്നെയാണ് നമ്മളത് ചെയ്തത്. അപ്പൊ അതിൽ വേൾഡ് വൈഡ് ആയിട്ട് പല ആൾക്കാരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഒരു 2-3 പ്രാവശ്യം അത് കണ്ടു എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ കണ്ടപ്പോൾ എനിക്ക് പല ആൾക്കാരുടെ ഹാപ്പിനെസ്സിനെ എനിക്ക് അറിയാൻ പറ്റി. അവരുടെ പെർസ്പെക്റ്റീവിലുള്ള ഹാപ്പിനെസ് എനിക്ക് അറിയാൻ പറ്റി. ഇപ്പൊ അതിൽ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പാരൻസിന്റെ സന്തോഷം ആണ് എൻ്റെ സന്തോഷം. അതായത് അവർ എപ്പോഴാണോ സന്തോഷിക്കുന്നത് അപ്പൊ എനിക്ക് സന്തോഷമാവും. പിന്നെ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേ ബി അവരൊക്കെ കുറച്ച് മിഡിൽ ഈസ്റ്റോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അവര് പറയുന്നത് എനിക്ക് നാട്ടിൽ വന്നിട്ടാ മതി, അല്ലെങ്കിൽ ഇവിടുത്തെ പച്ചപ്പും എന്താ പറയാ ഹരിതാവും പച്ചപ്പും കാണുമ്പോഴാണ് എനിക്ക് എൻ്റെ ഹാപ്പിനെസ് ഉണ്ടാകുന്നത്. ചിലവര് പറയുന്നത് എനിക്ക് പാട്ട് കേൾക്കുമ്പോഴാണ് ഹാപ്പിനെസ് ഉണ്ടാവുക. ചില ആൾക്കാർ പറയും എനിക്ക് പാവങ്ങളുടെ സഹായിക്കുമ്പോഴാണ് ഹാപ്പിനെസ് ഉണ്ടാവുക. സോ ദീസ് ആർ ഓൾ ടൈഡ് ടു സം കണ്ടീഷൻ. അതായത് നമ്മൾ ഹാപ്പിനെസ് എപ്പോഴും എല്ലാവരും
ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ടൈ ചെയ്തിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പം വി ഡോണ്ട് ഹാവ് കൺട്രോൾ ഓഫ് അവർ ഓൺ ഹാപ്പിനെസ്. സോ എനിക്ക് അന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഇന്നും പറയാനുള്ളൂ. ഇത് എൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാനിതൊരു ബുക്കിൽ വായിച്ചതാണ്. ആൻഡ് കുറേ വീഡിയോസ് ഞാൻ ഇതിനെക്കുറിച്ച് കണ്ടിട്ടുണ്ട്. ആൻഡ് ഐ ട്രൈ ടു അപ്ലൈ ഇറ്റ് ഇൻ മൈ ലൈഫ് ആൻഡ് ഇറ്റ് വർക്ക്ഡ് ഫോർ മീ ആൻഡ് ഇറ്റ് സ്റ്റിൽ വർക്ക്സ്. സോ എനിക്ക് പറയാനുള്ളത്, ഹാപ്പിനെസ് ഈസ് യുവർ പെർസ്പെക്റ്റീവ്. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് മാത്രമാണ് ഹാപ്പിനെസ്. ഇതൊന്നുമല്ല ഹാപ്പിനെസ്. ദ വേ യു സേ തിങ്സ് ഹാപ്പനിങ് അറൗണ്ട് യു. സോ നമ്മുടെ ചുറ്റും ഇപ്പോൾ ലൈഫ് അറൗണ്ട് യു വിൽ നോട്ട് ഓർ വിൽ നെവർ ഹാപ്പൻ 100% the way you want. അല്ലെ? So if your happiness is dependent upon what happens around you, the chances of you being happy all the time is next to impossible. Right? So each and everything happens within you, pain or pleasure, happiness or sadness, whatever it is. It's you who should determine how it should happen, not somebody else. ടേക്ക് ചാർജ് ഓഫ് യുവർ ഹാപ്പിനെസ്. അതായത് നമ്മൾ എപ്പോഴും നമ്മുടെ ഹാപ്പിനെസ്സിന് നമ്മളെ കൺട്രോളിൽ കൊണ്ടുവരണം. അല്ലാണ്ട് നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ വേറൊരാൾ ഇത് ചെയ്താൽ മാത്രമേ എനിക്ക് ഹാപ്പി ആവൂ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആവും, അല്ലെങ്കിൽ ഞാൻ പാട്ട് കേട്ടാൽ ഞാൻ ഹാപ്പി ആവും, അല്ലെങ്കിൽ ഞാനൊരു ബൈക്ക് റൈഡിന് പോയാൽ ഞാൻ ഹാപ്പി ആവും. നോ, ദീസ് ആർ ഓൾ നമ്മൾ എപ്പോഴും ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട്. വി ഷുഡ് നോട്ട് ആക്ച്വലി കീപ്പ് എ കണ്ടീഷൻ. നമ്മൾ അതൊരു പെർസ്പെക്റ്റീവ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വി ഷുഡ് ബ്രിങ് ഇറ്റ് ഇൻ അവർ കൺട്രോൾ. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം ഇവിടെ. ഇപ്പൊ എന്റെ ലൈഫിലെ കാര്യം തന്നെയാണ്. അതായത് ഇപ്പൊ എന്റെ അമ്മമ്മയുണ്ട്. അപ്പൊ അമ്മമ്മ എപ്പോഴും പറയും, മോനെ നിങ്ങളൊക്കെ വന്നിട്ട് എന്നെ കാണുമ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടാവുന്നത്. അമ്മമ്മ എന്ന് പറയുന്നത് എന്റെ ജനറേഷൻ അല്ല, എന്റെ അമ്മയുടെ ജനറേഷൻ അല്ല, എന്റെ അമ്മയുടെ മുന്നത്തെ ജനറേഷനാണ്. അപ്പൊ അവർക്ക് നമ്മൾക്ക് ഉള്ളത്ര എക്സ്പോഷർ ഇല്ല. ഇപ്പം അവരുടെ എക്സ്പോഷർ ഭയങ്കര കുറവാണ്. അപ്പം അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ അമ്മമ്മ ഫോണൊക്കെ ചെയ്യും കേട്ടോ. ഫോണിൽ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെ പോലെ ഇങ്ങനെ വാട്സാപ്പോ ഇങ്ങനത്തെ ഒന്നും ചെയ്യാനൊന്നും പറ്റും, സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ ഇതർ ഫോൺ വിളിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ നമ്മൾ പോയി കാണും. അപ്പൊ നമ്മൾ കാണുന്നത് അമ്മമ്മയ്ക്ക് ഒബ്വിയസ്ലി വയസ്സായ ആൾക്കാർക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ എനിക്കും അതുപോലെ തന്നെയാണ്. പക്ഷേ അമ്മമ്മ എന്താണ് ചെയ്യുന്നത്? ഞാൻ പോയി, അല്ലെങ്കിൽ ഞാനും എന്റെ ഫാമിലിയും പോയി അമ്മമ്മേനെ കണ്ടു കഴിഞ്ഞാൽ അമ്മമ്മക്ക് ഹാപ്പിനെസ് ഉണ്ടാവുന്നുണ്ട്. അത് അമ്മമ്മയുടെ പെർസ്പെക്റ്റീവിൽ അത് ശരിയായ കാര്യമാണ്. പക്ഷേ അമ്മമ്മയുടെ ഹാപ്പിനെസിന്റെ കൺട്രോള് കൊടുത്തത് എന്റെ കയ്യിലാണ്. സോ അമ്മമ്മ വിൽ കീപ് ഓൺ വെയിറ്റിംഗ് ഫോർ മീ ടു കം ആൻഡ് മീറ്റ് ഹെർ. ഇപ്പൊ ഞാൻ പോയി കണ്ടില്ലെങ്കിൽ അമ്മമ്മക്ക് ഹാപ്പിനെസ് ഉണ്ടാവുന്നില്ല. ദാറ്റ് ഈസ് നോട്ട് ദെയർ ഇൻ ഹെർ കൺട്രോൾ. അപ്പൊ ഞാൻ പറയേണ്ടത്, അമ്മമ്മ എപ്പോഴും എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, എന്നിട്ട് അമ്മമ്മയുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ പോകണം. സോ ദ സെയിം തിങ് ഗോസ് ടു യുവർ പാരൻസ്. ഇപ്പൊ എന്റെ പാരൻസ് ആണെങ്കിൽ ഇപ്പൊ ഞാൻ പറയണത്, എന്താ പറയാ, ഞാൻ അവരുടെ കൂടെ ഉണ്ടാവുന്നതായിരിക്കും അവർക്ക് ഹാപ്പിനെസ് ഉണ്ടാവുക. സോ ഞാൻ പറയുന്നത്, വി ഷുഡ് നോട്ട് ആക്ച്വലി ടൈ യുവർ ദിസ് ഹാപ്പിനെസ് ടു എനി കണ്ടീഷൻ. നമുക്കിപ്പോൾ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും, ലൈഫിൽ എന്ത് തന്നെ സംഭവിച്ചാലും, യു ഹാവ് ടു ക്രിയേറ്റ് യുവർ ഓൺ ഹാപ്പിനെസ് ഇൻസൈഡ് യു. സോ നമ്മൾ ആ ഒരു രീതിയിലുള്ള കൺട്രോൾ എടുത്തിട്ട് നമ്മൾ ആ ഹാപ്പിനെസ്സിനെ നിർത്തുവാണെങ്കിൽ, യു ക്യാൻ ബി ഓൾവേസ് അറ്റ്ലീസ്റ്റ് ന്യൂട്രൽ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ഞാൻ അതാണ് എൻ്റെ ലൈഫിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പേഴ്സണലായിട്ട്. ആൻഡ് ഐ ക്യാൻ ടെൽ യു ദാറ്റ് ഇറ്റ് വർക്ക്സ്. ഇറ്റ് ആക്ച്വലി വർക്ക്സ്. പക്ഷെ നമുക്ക് പറയാൻ എളുപ്പമാണ്, ബട്ട് ഇറ്റ് ആക്ച്വലി വർക്ക്സ് ഇസ് മൈ എക്സ്പീരിയൻസ്. നൗ, ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. അപ്പൊ നമ്മള് ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ജഡ്ജ് ചെയ്യാറുണ്ടല്ലേ. എനിക്ക് തോന്നുന്നു ജഡ്ജ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല. കാരണം നമുക്ക് ജഡ്ജ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് ജഡ്ജ് ചെയ്യുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ആണ് ഏറ്റവും കൂടുതൽ ടഫ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ എളുപ്പ വഴിയാണല്ലോ ആദ്യം നോക്കുക. അപ്പൊ വി ഓൾവേസ് ജഡ്ജ് തിങ്സ്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, റെസിസ്റ്റ് ലെറ്റിംഗ് അതേഴ്സ് ഡിഫൈൻ യു. പീപ്പിൾ വിൽ ഓൾവേസ് ഹാവ് എൻ ഒപ്പീനിയൻ. അതായത് നിങ്ങൾ എന്ത് കാര്യം തന്നെ ചെയ്തോട്ടെ, നല്ല കാര്യങ്ങളായാലും മോശം കാര്യങ്ങളായാലും എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും, പീപ്പിൾ വിൽ ഹാവ് ഓൾവേസ് എൻ ഒപ്പീനിയൻ. അപ്പൊ നമ്മൾ എന്താ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നോ യുവർ സ്ട്രെങ്ത്സ്, know your limitations. If you know what you're good at and what your setbacks are, you are less likely to be affected by what others say or think about you. അതായത് നമുക്ക് ഇവിടെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടാക്കുക, നിങ്ങളുടെ വീക്ക്നെസ്സസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അത് രണ്ടും ഓവർകം ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളെ ബെസ്റ്റ് എഫോർട്ട് അതിന് കൊടുക്കുക. ആൻഡ് ബാക്കിയുള്ളവർ പറയുന്നത് എന്താണെന്ന് നമ്മൾ ആക്ച്വലി ഇറ്റ് ഡസൻറ്റ് മാറ്റർ ടു അസ് എനിവേസ്. സോ അതിനുവേണ്ടി നമ്മൾ ഈ കഴുതേൻ്റെ, ഈ ഡോങ്കീൻ്റെ എക്സാമ്പിൾ ഞാൻ ഇവിടെ ജസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇതും സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു കുറച്ചു കാലം മുന്നേ നന്നായിട്ട് സർക്കുലേറ്റ് ചെയ്ത കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും പരിചിതമുള്ള കാര്യമാണ്. അപ്പോൾ ഒരു കഴുതപ്പുറത്ത് ഭാര്യയും ഭർത്താവും കൂടി പോകുമ്പോൾ നാട്ടുകാർ പറയും, രണ്ടുപേര് കൂടി ആ കഴുതേൻ്റെ പുറത്ത് കയറിയിട്ട് അതിപ്പോൾ ചത്തുപോകും. അപ്പം ഇത് കേട്ടിട്ട് ഭർത്താവ് എന്ത് ചെയ്തു? ഭർത്താവ് മുകളിൽ ഇരുന്നിട്ട് ഭാര്യനെ ഇറക്കി വിട്ടു. എന്നിട്ട് അങ്ങനെ പോകുമ്പോൾ പിന്നെയും നാട്ടുകാർ പറഞ്ഞു,
ഹി ഡസൻ നോ ദ ഗാലൻട്രി, അതായത് ഹി ഡോണ്ട് ഹാവ് റെസ്പെക്ട് ടു ദ വുമൻ. നോക്കിയിട്ട് അവൻ കഴുതപ്പുറത്തിരുന്നിട്ട് ഭാര്യനെ നടത്തിക്കുക. ഓൾറൈറ്റ്. സോ അത് കേട്ടിട്ട് അമ്മ എന്ത് ചെയ്തു? അയാൾ താഴെ ഇറങ്ങിയിട്ട് ഭാര്യേനെ കഴുതന്റെ മുകളിൽ ഇരുത്തിയിട്ട് അയാൾ നടക്കാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാർ പിന്നെയും പറയുവാണ്, നൗ വി നോ ഹു ഇസ് ദ ചീഫ് അറ്റ് ഹോം. അതായത് നമുക്കിപ്പം അറിയാം നിങ്ങളുടെ വീട്ടിൽ ആരാണ് ഭരിക്കുന്നത്, അല്ലെങ്കിൽ ഹൂ ഈസ് ഹാവിങ് ദ കൺട്രോൾ. അത് കേട്ടിട്ട് അമ്മ അയാൾ ഭാര്യേനെ ഇറക്കിയിട്ട് രണ്ടുപേരും കഴുതന്റെ ഒപ്പം നടക്കാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാർ എന്താ പറയാ? ദേ ആർ സ്റ്റുപ്പിഡ്, ദേ ഹാവ് എ ഡോങ്കി ആൻഡ് ദേ ഡോണ്ട് റൈഡ് ഇറ്റ്. സോ വാട്ട് എവർ വി സേ, വാട്ട് എവർ വി ഡു, പീപ്പിൾ വിൽ ഓൾവേസ് ഫൈൻഡ് സംതിങ് ടു സേ. അതായത് നിങ്ങളിപ്പം കഴുതപ്പുറത്ത്, ഇപ്പം ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ, നിങ്ങൾ കഴുതപ്പുറത്തിരിക്കുവാണ്, നിങ്ങളുടെ ഭാര്യ നടക്കുവാണ്. നിങ്ങൾക്ക് കാലിന് വയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾ കഴുതപ്പുറത്തിരുന്നിട്ട് ഭാര്യ നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും അറിയാം എന്തുകൊണ്ടാണ് ഞാൻ കഴുതപ്പുറത്തിരുന്നിട്ട് പോകുന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ ഭാര്യ നടക്കുന്നതെന്ന്. പക്ഷെ നിങ്ങളുടെ കാലിന് വയ്യാന്ന് നാട്ടുകാർക്ക് അറിയില്ല. സോ നാട്ടുകാർ പറയുന്നത് കേട്ടിട്ട്, അല്ലെങ്കിൽ സൊസൈറ്റി പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ കഴുതയിൽ നിന്ന് ഇറങ്ങി നടക്കേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങളുടെ സ്ട്രെങ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും അതിനോട് അത് എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യാം. അതിനനുസരിച്ച് നമ്മൾ മാറേണ്ട ആവശ്യമേ ഇല്ല. Coming to human experience. So if അതായത് all human experience is 100% self created. ഇതൊക്കെ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം ലെറ്റ്സ് സേ ഇഫ് someone touches your hand right now, അതായത് നിങ്ങൾ ആരെങ്കിലും തൊടുവാണ്. So you may think you are experiencing the hand, but the fact of the matter is you are only experiencing the sensation in your hand. അതായത് നമ്മൾ ആക്ച്വലി നമ്മൾ ഒരാൾ തൊടുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സെൻസേഷൻ ആണ് നമുക്ക് ഉണ്ടാവുന്നത്. നമ്മുടെ ആ ഒരു പോയിന്റിൽ ഇപ്പൊ ഇവിടെ തൊട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിലുള്ള നമ്മുടെ നെർവസ് റിസെപ്റ്റേഴ്സ് അവിടുത്തെ സിഗ്നൽസ് പാസ് ചെയ്തിട്ട് ബ്രെയിനിൽ പോയിട്ട് അങ്ങനെയാണ് നമ്മളത് സയന്റിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ സെൻസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് വി മേ തിങ്ക് ദാറ്റ് യു ആർ എക്സ്പീരിയൻസിങ് ദിയർ ഹാൻഡ്, ബട്ട് ആക്ച്വലി അത് നമ്മുടെ തലേൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണ്. അതായത് നമ്മളൊരു സ്റ്റിമുലസ് വന്നു, അപ്പൊ പക്ഷെ നമ്മൾ അത് എന്ത് തരത്തിലുള്ളതാണ്, എങ്ങനെയാണ് നടക്കുന്നതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾക്ക് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാം, പക്ഷെ നമുക്കൊരു ബ്രോഡായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അത് ആ ഒരു രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. Actually, the whole experience is contained within. All human experience is 100% self-created. അതായത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ പലതും. ഇനി പീസ് ആൻഡ് ജോയ്, അതായത് സമാധാനവും സന്തോഷവും. നമ്മൾ പലപ്പോഴും പറയും, അതായത് നമ്മൾ പഠിക്കുന്ന കാലം തൊട്ടേ നമ്മൾ ഇത് കേൾക്കുന്ന കാര്യമാണ്. അതായത് നിങ്ങൾ SLC കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമാധാനമായിട്ടിരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? SLCക്ക് നല്ലോണം പഠിക്കും. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ പറയും പ്ലസ് ടു നിങ്ങളുടെ കരിയറിന്റെ വഴിത്തിരിവാണ്. നിങ്ങൾക്ക് അടുത്ത പ്രൊഫഷണൽ കോഴ്സ് സെലക്ട് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഗെറ്റ് ഗുഡ് മാർക്സ് ഇൻ പ്ലസ് ടു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പ്ലസ് ടു നന്നായിട്ട് പഠിക്കും, നമുക്ക് നല്ല മാർക്ക് കിട്ടും. ഓക്കെ, യു ഗോട്ട് എ പ്രൊഫഷണൽ കോഴ്സ് സീറ്റ് നൗ. അപ്പൊ നമ്മൾ പ്രൊഫഷണൽ കോഴ്സ് കഴിയുമ്പോൾ ഓക്കെ അടുത്തത് ജോലി കഴിഞ്ഞിട്ടാകുമ്പോഴെന്താ? നല്ല ശമ്പളം കഴിഞ്ഞിട്ടാകുമ്പോഴെന്താ? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടി കഴിഞ്ഞാൽ കുട്ടിയുടെ പഠിത്തം കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഗോസ് ഓൺ, റൈറ്റ്? ആൻഡ് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് റിട്ടയർ ആയിട്ടാണ് നമ്മൾ സമാധാനമായിട്ട് ഇരിക്കുവാണെങ്കിൽ നോ, ദിസ് ഇസ് അട്ടർ നോൺസെൻസ്. ദിസ് ഹാസ് ടു ബി ദെയർ വിത്ത് യു എവറി ടൈം. ഇത് നമ്മുടെ ബേസിക് റൈറ്റ്സ് ആണ്, നമ്മുടെ സമാധാനവും സന്തോഷവും എന്ന് പറയുന്നത്. അത് വേറെ ഒന്നിനു വേണ്ടി മാറ്റി വെക്കേണ്ട കാര്യമല്ല. കാരണം നമ്മൾ ഈ ലോകത്ത് എത്ര കാലം ജീവിക്കുന്നു നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം കഴിഞ്ഞിട്ടല്ല നമ്മൾ സന്തോഷം സമാധാനം ആ പ്രോസസ്സിൽ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന കാര്യമാണ്. സോ യു ഹാവ് ടു ഗിവ് ഇമ്പോർട്ടൻസ് ടു നമ്മുടെ സമാധാനം ആൻഡ് സന്തോഷം. സോ ദേ ആർ നോട്ട് ദ തിങ്സ് യു അറ്റൈൻ അറ്റ് ദ എൻഡ് ഓഫ് ലൈഫ്. ഇനിയിപ്പോൾ വെൽത്ത് ഓഫ് ലൈഫ്, അപ്പം നിങ്ങൾക്ക് സദ്ഗുരുവിനെ എനിക്ക് തോന്നുന്നു പല ആൾക്കാർക്കും അറിയുന്നുണ്ടാവും. അപ്പം കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ ബുക്കിൽ നിന്നാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ ബുക്കിനെ കുറിച്ച് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പം വെൽത്ത് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്, വെൽത്ത് എന്ന് പറയുന്നത് നിങ്ങൾ പൈസയായിട്ട് കണക്കാക്കണ്ട. വെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ എക്സ്പീരിയൻസും വെൽത്തിൽ പെടുന്ന കാര്യമാണ്. അതായത് യു കം ഇൻ ടു ദിസ് വേൾഡ് വിത്ത് നത്തിങ് ആൻഡ് യു ഗോ എംപ്റ്റി ഹാൻഡഡ്. ദ വെൽത്ത് ഓഫ് ലൈഫ് ലൈസ് ഓൺലി ഇൻ how you have allowed its experiences to enrich you. അതായത് നമ്മൾ ലൈഫിൽ ലൈഫ് നമ്മൾക്ക് എപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആണല്ലേ. നമുക്ക് എപ്പോഴും എനിക്ക് തോന്നുന്നില്ല ആർക്കും അവരുടെ ലൈഫ് എക്സ്പെക്റ്റഡ് ആയിട്ടാണ് പോകുന്നുണ്ടാവുക. എല്ലാവരുടെ ലൈഫും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് പോകുന്നുണ്ടാവുക. അപ്പൊ പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാണ്ട് കയറി വരും, ചിലപ്പോൾ പ്രതീക്ഷിച്ച് വരുമായിരിക്കും. അപ്പൊ പല കാര്യങ്ങളും ലൈഫ് ത്രോസ് മെനി തിങ്സ് അറ്റ് യു. അപ്പൊ അത് നിങ്ങളാണ്
അത് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്ത് രീതിയിലാണ് നിങ്ങൾക്ക് അത് ഉള്ളിലേക്ക് എടുക്കണം എന്ന് തീരുമാനിക്കണം നിങ്ങളാണ്. അതാണ് പറയുന്നത്, യു ഷുഡ് പെർസീവ് ഇൻ എ റൈറ്റ് വേ. അതായത് നിങ്ങൾ അതിന്റെ കൺട്രോൾ ഈസ് ഇൻ അവർ ഹാൻഡ്. നമ്മളെ ചുറ്റും എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും യു ഷുഡ് നോ ഹൗ ടു ടേക്ക് ഇൻ ഇൻസൈഡ്. അപ്പൊ നമ്മളത് റോങ് അല്ലെങ്കിൽ നെഗറ്റീവ് വേയിൽ എടുക്കുവാണെങ്കിൽ നമ്മൾ ആ ഉള്ളിലേക്ക് അത് നെഗറ്റീവ് ആയിട്ടേ പോവുള്ളൂ. അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ട് എടുക്കാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഈസ് എ സക്സസ്. അല്ലെങ്കിൽ സക്സസ് ഞാൻ പറയില്ല, ദാറ്റ് ഈസ് ദ വേ വി ഷുഡ് ലുക്ക് അറ്റ് ലൈഫ്. സോ അതാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് ആണ് നമ്മുടെ വെൽത്ത് ആയിട്ട് നമുക്ക് എന്നും ഉണ്ടാവുന്നത്. Any source of nourishment. അതായത് the most horrific things in life can be a source of nourishment if you accept I am responsible for the way I am now. അതായത് നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും മോശപ്പെട്ട സമയത്തായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ പഠിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു നല്ല സമയത്ത് അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു സന്തോഷവും സമാധാനവും അല്ലെങ്കിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളൊന്നും അതിൽ നിന്ന് ലേൺ ചെയ്യുന്നില്ല. പക്ഷെ നമ്മളൊരു മോശം അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പല ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഏറ്റവും മോശപ്പെട്ട എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുമ്പോഴാണ് എനിക്ക് പല കാര്യങ്ങളും എനിക്കൊരു എന്താ പറയുക എൻ്റെ കണ്ണ് തുറക്കുന്നതെന്നൊക്കെ പറയില്ലേ, അതായത് നമ്മളെ പല കാര്യങ്ങളും എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ളത് ഈ എൻ്റെ മോശം ടൈമിലൂടെ കടന്നു പോകുമ്പോഴാണ്. അതായത് അപ്പൊ നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. അതായത് നമ്മളിപ്പം എപ്പോഴും അതിനെക്കുറിച്ച് വിചാരിച്ചിട്ട് സങ്കടപ്പെട്ടിരിക്കാൻ പാടില്ല. നമ്മൾ ഈ മോശം സമയം വന്നിരിക്കുന്നത് നമുക്ക് വി ഹാവ് ടു സ്റ്റിൽ ഗെറ്റ് പോളിഷ്ഡ്. അതായത് നമുക്ക് ഇനിയും പോളിഷ് ചെയ്യാനുണ്ട് നമ്മുടെ ലൈഫിൽ. നമുക്ക് എത്ര ലൈഫിൽ നേരത്തെ ഭയങ്കര മോശം കാര്യങ്ങൾ സംഭവിക്കുന്നോ അത്രയും നല്ലതാണ്. ആക്ച്വലി നമ്മൾ അത്രയും വൈസർ ആവുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് അതിനെക്കുറിച്ച് നമുക്കൊരു ദോഷം വിചാരിക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ അതിൻ്റെ രീതിയിൽ അത് പെർസീവ് ചെയ്യുക. അതായത് ഇഫ് യു ഡോണ്ട് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ദ പ്രസന്റ് ആൻഡ് ഇഫ് യു ബ്ലെയിം യുവർ പാരൻസ്. നമുക്ക് ബ്ലെയിം ചെയ്യാൻ എളുപ്പമാണല്ലേ. അല്ലെങ്കിൽ എനിക്ക് പറയാം നീ കാരണം എൻ്റെ ലൈഫ് ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ നിങ്ങൾ കാരണം എൻ്റെ ലൈഫ് സ്പോയിലായി, അല്ലെങ്കിൽ നീ കാരണമാണത്. Blame you can blame your parents, your friend, your husband, your wife, your girlfriend, your colleagues for the way you are. You have forsaken your future even before it comes. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ ഫ്യൂച്ചർ വരുന്നതിന് മുന്നേ നിങ്ങളത് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞു. കാരണം നിങ്ങൾക്ക് ഒന്നിനും റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റില്ല. യു ഓൾവേസ് കീപ്സ് ദാറ്റ് ബ്ലെയിം ടു സമൺ എൽസ്. കാരണം ഇത് ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. ഓക്കെ, അവരുടെ തലയിലിടുക, ഇവരുടെ തലയിലിടാൻ ഒന്നും സ്വന്തമായിട്ട് എൻ്റെ ലൈഫ് സ്പോയിൽ ആവുന്നുണ്ടെങ്കിൽ, എൻ്റെ ലൈഫ് മോശമാവുന്നുണ്ടെങ്കിൽ ടേക്ക് എ റെസ്പോൺസിബിലിറ്റി. ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് മീ. എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തതായിട്ട് എന്തുണ്ട് എൻ്റെ ലൈഫിൽ? വൈ ഷുഡ് യു ബ്ലെയിം അതേഴ്സ് ഫോർ ദാറ്റ്? സോ നമ്മളെപ്പോഴും എവർ ട്രൈഡ് എവർ ഫെയിൽഡ്, നോ മാറ്റർ, ട്രൈ അഗെയിൻ, ഫെയിൽ ബെറ്റർ, ദെൻ യു വിൽ ഫീൽ ബെറ്റർ. ഇതെൻ്റെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റേറ്റസ് ആയിട്ടുണ്ടായിട്ട ഒരു കാര്യമാണ്. അത് ഞാൻ ജസ്റ്റ് എടുത്തിട്ടു. എനിക്ക് തോന്നുന്നു അത് വളരെ കറക്റ്റാണ്. നമ്മൾ ഈ ഫെയിലിയറിനെ പേടിച്ചിട്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ട്രൈ ഹാർഡ്. സക്സസ് പിന്നെ വരും. നമ്മൾക്ക് ആ ഫെയിൽ ആവുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ പെർസീവ് ചെയ്യേണ്ടത്. അതായിരിക്കണം നമ്മുടെ പെർസെപ്ഷൻ. ആൻഡ് കമ്മിങ് ടു ബി റെസ്പോൺസിബിൾ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ ആം 100% റെസ്പോൺസിബിൾ ഫോർ എവറിഥിങ് ഐ ആം ആൻഡ് എവറിഥിങ് ഐ ആം നോട്ട്, for my capacities and my incapacities, for my joys and my miseries. I am the one who determines the nature of my experience in this life and beyond. I am the maker of my life. അതായത് നമ്മളെപ്പോഴും ഞാൻ പല ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ട്, അത് അവൻ്റെ വിധിയാണ്, അല്ലെങ്കിൽ അതെൻ്റെ വിധിയാണ്, അതങ്ങനെ വരുള്ളൂ. അത് തെറ്റായ ധാരണ മാത്രമാണ്. വിധി നമ്മളൊരു എക്സ്ക്യൂസ് ആയിട്ട് വെക്കുന്ന ഒരു കാര്യം മാത്രമാണെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് നമ്മൾക്ക് പല കാര്യങ്ങളും നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ, അതായത് നമ്മൾക്ക് നമ്മുടെ ബെസ്റ്റ് അതിന് കൊടുക്കുക, എന്ത് തന്നെ കാര്യമായാലും. സോ റെസ്റ്റ് ഓൾ ഈസ് സെക്കൻഡറി. അപ്പൊ നമ്മളെ വിധി എന്ന് പറഞ്ഞിട്ട് ആ എക്സ്ക്യൂസിൽ പിടിച്ച് നിൽക്കാണ്ട് യു ഡു വാട്ട് എവർ യു ക്യാൻ. നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകും, റെസ്പോൺസിബിലിറ്റി എടുക്കൂ ലൈഫിന്റെ. സോ യു ക്യാൻ സീ ദ ചേഞ്ചസ് ഇൻ യുവർ ലൈഫ്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ലാസ്റ്റ് കംസ് ദ മെമ്മറി. അപ്പോൾ മെമ്മറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി ആൻ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. ഇതും ഒരു പെർസെപ്ഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ് മെമ്മറി. അതായത് ഹ്യൂമൻ ബീങ്സ് സഫർ ദെയർ ഓൺ മെമ്മറി ആൻഡ് ഇമാജിനേഷൻ, ദാറ്റ് ഈസ് ദേ സഫർ ദാറ്റ് വിച്ച് ഡസൻ എക്സിസ്റ്റ്. അതായത് മെമ്മറി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, മെമ്മറി ഒരിക്കൽ കഴിഞ്ഞു പോയ കാര്യമാണ് നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മനുഷ്യന്മാരുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പിലുള്ള മെമ്മറി ഉണ്ടായിട്ടുണ്ടാവും. അതിൽ മോശപ്പെട്ട മെമ്മറീസ് ആയിരിക്കും നമ്മളെപ്പോഴും അധികവും എടുത്തിട്ട് എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുക. അതായത് എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ, അല്ലെങ്കിൽ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ മരിച്ചുപോയി. അപ്പം ഇതൊക്കെ ആയിരിക്കും പിന്നെ നമ്മൾ പറയാറുണ്ട് കാലം മായ്ക്കാത്ത മുറിവുകളില്ല. അതായത് കുറെ കാലം കഴിയുമ്പോൾ ഇതൊക്കെ ഫെയ്ഡായി പോകും. ബട്ട് സ്റ്റിൽ ചില മെമ്മറീസ് നമ്മൾ വീണ്ടും അത് എടുത്തു കൊണ്ടുവന്ന് നമ്മളെ തലയിൽ ആലോചിച്ച് കൂട്ടി, ആക്ച്വലി ദാറ്റ് ഈസ് നോട്ട് ദെയർ, ദാറ്റ് ഈസ് നോട്ട് പ്രസന്റ് റൈറ്റ് നൗ. അത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. നമ്മൾ സ്റ്റിൽ വി വിൽ പുൾ ഔട്ട് ദാറ്റ് ഫ്രം അവർ മൈൻഡ്. നമ്മൾ അതന്നെ ആലോചിച്ചിട്ട് ഓക്കെ, അങ്ങനെ എന്നാലും അവൾ എൻ്റെ അടുത്ത് പറയാൻ പാടില്ലായിരുന്നു, അല്ല അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു.
അങ്ങനെ പറഞ്ഞിട്ട് നമ്മളത് ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ നമ്മളത് നമ്മളോട് തന്നെ ചെയ്യുന്ന ദ്രോഹം മാത്രമാണ്. ദാറ്റ് ഈസ് ജസ്റ്റ് ഇൻ യുവർ കൺട്രോൾ. ആക്ച്വലി നമുക്കത് മെമ്മറി ഈസ് സ്റ്റിൽ എ മെമ്മറി. യു ഡോണ്ട് ഹാവ് ദാറ്റ് മെമ്മറി ഇൻ ദ പ്രസന്റ്. പ്രസന്റിലേക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആയിട്ട് വലിച്ചു കൊണ്ടുവരുന്ന കാര്യമാണ്. അതങ്ങനെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതിപ്പോൾ എക്സിസ്റ്റ് ചെയ്യാത്തൊരു കാര്യത്തിനെ കുറിച്ച് നമ്മളിപ്പോൾ വെറി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഫ്യൂച്ചറിന്റെ കാര്യം വരുന്നത്. ഇപ്പൊ നാളെ നമുക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ അടുത്ത കൊല്ലം എന്ത് സംഭവിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ഇപ്പോഴേ വേവലാതിപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ കൊണ്ട് ശരിക്കും ഒരു കാര്യമില്ല. സോ യു ഷുഡ് കീപ് ദാറ്റ് മെമ്മറി ആസ് എ മെമ്മറി ഇറ്റ് സെൽഫ്. ആ മെമ്മറി കൊണ്ട് നമുക്ക് മെമ്മറി ചെറിഷ് ചെയ്യാം നമുക്ക്. പക്ഷെ ആ മെമ്മറി വെച്ചിട്ട് നമ്മൾ ഹേർട്ടായിട്ട് നമ്മൾ ദുഃഖിച്ചിരിക്കാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയാണ് എനിക്ക് ഈ പെർസെപ്ഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഞാൻ ഇതിന്റെ ആ ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ബുക്കാണ് ബൈ സദ്ഗുരു. അപ്പൊ അതിലത്തെ കുറച്ച് പോയിന്റ്സ് മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആ ബുക്ക് മസ്റ്റ് റീഡ് ആണ്. അഗൈൻ വൺ ഓഫ് ദ ഗുഡ് ബുക്സ്. ആൻഡ് എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് മോസ്റ്റ് ഓഫ് ദ ലാംഗ്വേജസിൽ എനിക്കത് തോന്നുന്നത് റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എൻ്റെ കയ്യിൽ ഉള്ളത് ഇംഗ്ലീഷ് വേർഷനാണ്. ഇതാണ് ബുക്ക്. അപ്പൊ ഞാൻ ഭയങ്കര റീഡർ ഒന്നുമല്ല. അപ്പൊ എനിക്ക് ഇങ്ങനെ ചിലപ്പോൾ റിസർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് ചില ബുക്സ് സ്ട്രൈക്ക് ആവും. അങ്ങനെ ഞാൻ വാങ്ങാറുള്ളൂ. ഭയങ്കര കുറവാണ് ഞാൻ ബുക്ക് വായിക്കുന്നത്. ബട്ട് ദിസ് ഇസ് ആക്ച്വലി എ വെരി ഗുഡ് ബുക്ക്. ആൻഡ് ഞാൻ സദ്ഗുരുവിന്റെ ഭയങ്കര ഫോളോവർ എന്നല്ല, പക്ഷെ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ഇറ്റ് മേക്സ് ടു മീ, ആൻഡ് വെൻ ഐ അപ്ലൈഡ് ഇറ്റ് മൈ ലൈഫ് ആൻഡ് ഇറ്റ് ആക്ച്വലി വർക്ക്സ് ഫോർ മീ. സോ എനിക്ക് തോന്നുന്നത് നിങ്ങളിൽ പലർക്കും അത് വർക്ക് ചെയ്യും. നിങ്ങൾക്കിപ്പം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബുക്ക് വായിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത്രയാണ് എനിക്ക് പെർസെപ്ഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇത്രയും നേരം കേട്ട എല്ലാവർക്കും എൻ്റെ നന്ദി പറയുന്നു. ഹരിയേട്ടാ.